ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ക്യാപ്പച്ചീനോ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് പാലാണ്. പാല് ഞാൻ 3 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്, കാരണം നമ്മൾ 3 ഗ്ലാസ്സിലാണ് ക്യാപ്പച്ചീനോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇടാം. ഞാനിതിൽ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലവർക്ക് കൂടുതൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അപ്പോൾ അവർക്ക് കൂടുതൽ പഞ്ചസാര ഇടാം. അതുപോലെ ചിലവർക്ക് കുറച്ച് മതിയായിരിക്കും, അപ്പോൾ അതനുസരിച്ച് കുറച്ചിടുക. അതുപോലെ നമുക്ക് പാല് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര ഇട്ട് വെക്കുകയാണെങ്കിൽ പാല് തിളയ്ക്കണ സമയത്ത് രണ്ടും ഒരുപോലെ മിക്സായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ പഞ്ചസാര ഇടുന്നത്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. വാവ് ഫ്രണ്ട്സ്, ദേ നോക്ക്, ദേ നന്നായിട്ട് തന്നെ തിളച്ചു വരുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് പൊങ്ങി വരട്ടെ, എങ്കിലാണ് ആ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ആ തിളച്ചു വരുന്നതിൻ്റെ. അധികം തിളയ്ക്കാൻ നോക്കിയാലേ പണിയാവും കേട്ടോ. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ക്യാപ്പച്ചീനോയ്ക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര, അതുപോലെ തന്നെ വെള്ളം, പിന്നെ അത് ക്യാപ്പച്ചീനോ ഉണ്ടാക്കാനുള്ള ഗ്ലാസ്, നമ്മൾ ചൂടാക്കിയ പാലാണത്, പിന്നെ പത ഉണ്ടാക്കാനായിട്ടുള്ള ഗ്ലാസും സ്പൂണും. ഇതേ നോക്കൂ, പാല് തിളച്ചതാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് വേണ്ട ഈ ബ്രൂവിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതാണെങ്കിൽ നല്ല നൈസായിരിക്കും. അല്ലാത്ത ഇപ്പോൾ പൊടിയൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി നല്ല കട്ടിയൊക്കെ ആയിരിക്കും. ഇതാണെങ്കിൽ നല്ല നൈസ് പൊടിയായിരിക്കും. അതുപോലെ ഇതുപോലത്തെ കവറുകൾ നമുക്ക് 1 രൂപയ്ക്കും അതുപോലെ 5 രൂപയുടെയും ഒക്കെ ഉണ്ട്. ഇത് 2 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ചായ എടുക്കാം ഒരു ഇതും കൊണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ കോഫി എടുക്കുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ആദ്യമേ ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാദ്യം വേണ്ടത് ഈ പൊടിയും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും വെള്ളമാണ്. അതുപയോഗിച്ചാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രീം ഉണ്ടാക്കുന്നത് കാണാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമേ തന്നെ ഈ ബ്രൂവിൻ്റെ പൊടി ഈ ഗ്ലാസ്സിലേക്ക് ഇടാം. എല്ലാം ഇപ്പം എൻ്റെ കയ്യിൽ 3 കവറില്ല. 3 കവർ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിടാം കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. ഞാൻ 3 കവർ പൊട്ടിച്ചിട്ടുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ഇപ്പം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് വേണ്ടത് വെള്ളമാണ്. 1 ടീസ്പൂൺ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ഇനി ഒന്നുകൂടി ഇച്ചിരിയും കൂടി ഒഴിക്കാം. അധികം വെള്ളം കൂട്ടി ഒഴിക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. ഒരുപാടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതയണ ആ സംഭവം ഇല്ലാതായി പോകും. അപ്പോൾ നമുക്ക് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കണം, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ ഇത് ഇളക്കി ഒരു നല്ല പത ഉണ്ടാക്കണം. അതിന് കുറച്ച് സമയം എടുക്കും. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നന്നായി ഇളക്കിയാലാണ് അതിൻ്റെ പത ഇങ്ങനെ പതഞ്ഞ് വരുള്ളൂ. ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറണം. അതിന് വേണ്ടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറഞ്ഞത് ഒരു 7 മിനിറ്റെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് ചെയ്യണം. നമുക്ക് ബീറ്ററൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. മറ്റേ ബീറ്റർ ആണെങ്കിൽ എങ്ങാണ്ട് ഒരു 15 സെക്കൻഡോ 1/2 മിനിറ്റ് എങ്ങാണ്ടൊക്കെ മതി. അത്ര ഇതിൽ ചെയ്യാമെന്നാണ് പറയണത്. പക്ഷേ എനിക്കതില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൈകൊണ്ട് ചെയ്യണത്. നന്നായിട്ട് ഇളക്കണം. യോ
വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് കണ്ടില്ലേ. ഇങ്ങനെ പഞ്ചസാരയും ആ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ ഈ കാപ്പിപ്പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഫ്രണ്ട്സ്, ദേണ്ട നമ്മൾ അടിച്ചതിൻ്റെ ഒരു കളർ മാറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം നമ്മൾ എടുത്തപ്പോഴേക്കും ഭയങ്കര ഒരു കറുത്ത കളർ പോലെയായിരുന്നു. ഇപ്പോൾ നമ്മൾ അടിച്ചതിൻ്റെ പത വരുത്തി മൊത്തം നല്ല സൂപ്പർ പതയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പച്ചീനോ ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് ഈ കപ്പിലാണ് ക്യാപ്പച്ചീനോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ഈ ക്രീം ഒന്ന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ചിടാം. അതിനുശേഷം ഇങ്ങനെ നന്നായിട്ട് ഇളക്കണം. ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയ ക്യാപ്പച്ചീനോ. സംഭവം ലോക്കലാണ് എങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇത് കുടിക്കുമ്പോൾ അറിയാതെ എങ്ങനെയുണ്ടെന്ന്. ഇനി നമുക്ക് 2 ഗ്ലാസും കൂടി വേറെ എക്സ്ട്രാ ഉണ്ടാക്കണം. വീട്ടിൽ മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ. നടത് പിടിച്ച് ഇത് ബോഞ്ചേട്ടന്, ഇത് നിനക്കിട്ടോ. അങ്ങോട്ട് ചരിച്ച് കാണിക്കാൻ പറ്റില്ല. ചരിച്ച് കാണിച്ചത് ചിലപ്പോൾ എങ്കിൽ കപ്പിൽ നിന്ന് പുറത്തിട്ടു. അപ്പം നമുക്കിന്ന് കുടിച്ചാലോ? ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാല്ലോ കേട്ടോ, നല്ല സൂപ്പർ സാധനമാണ്.
ഫ്രണ്ട്സ്, ക്യാപ്പച്ചീനോ ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. ഞാനിത് മൊത്തം ഒന്ന് കുടിക്കട്ടെ.